ഷെരീഫാന്റെ കയറപ്പിൽ ഒരു ചായക്കാരനെ കിട്ടാണ്ടോ നമ്മളെ കടയിലേക്ക്. ഞാൻ വരാൻ നിഫക 2 ആഴ്ചയായി പണി ഉണ്ടായിട്ട്. ഇല്ലടെ നമ്മളെ വിനയന്റെ കടയിൽ ചായ അടിക്കാൻ നിന്നിരുന്നത്. അവിടുന്ന് ഇറങ്ങിയിട്ട് കുറെ ദിവസമായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ആ പണിയും പോയി. അത് ഞാൻ അറിഞ്ഞില്ലട്ടാ. ഈ നാളെ മുതൽ പണിക്കൊണ്ട് പോരട്ടാ. വലിയ ഉപകാരം നിഫക. ഞാൻ നാളെ മുതൽ വരട്ടാ. ചായയും ചാറായും കൂട്ടിയടിക്കുന്ന ഇവനാണ് അനീഫൊക്കെ നിങ്ങൾ ഈ പണിക്കെടുക്കുന്നത്. ഓൻ അടിക്കോ? പിന്നെ അവൻ വീശി അടിക്കും. ഉള്ള കച്ചവടം നിങ്ങൾ കളയണ്ട. അവനെ പണിക്ക് ഇരുത്തിയാ പിന്നെ സെക്യൂരിറ്റിനെ വേറെ നോക്കേണ്ടി വരും. അതെന്തിനാടോ? കാശും പെട്ടി നോക്കണ്ടേ? അള്ളന്റെ പെട്ടി. അവനോട് വരണ്ടെന്ന് പറഞ്ഞാളെ. ഉള്ള കച്ചവടം കളയണ്ട. ആകെ 2 ഉണ്ടോ കച്ചവടമല്ലേ ഉള്ളു. സുലൈമാൻ എന്തൊക്കെയാണ് കഴിച്ചത്? 2 ഉണ്ട്, ഒരു മുട്ടയും പിന്നെ പഞ്ചാരത്തൊരു ചായ. ഹലോ ഷെരീഫേ, നാളെ ഈ പണിക്ക് വരണട്ടാ. അതെന്താ പെട്ടെന്ന് അങ്ങനെ പറ്റി? ഞാനേ പിന്നെ വിളിക്കാം. ഹലോ ഹലോ എന്താ നിഫൊക്കെ പെട്ടെന്നൊരു മനംമാറ്റം? നിങ്ങൾ എന്താ എന്നോട് വരണ്ട അറിഞ്ഞി? എടാ, ഈ ചായയിൽ ചാരായം കൂട്ടി അടിക്കുന്ന ആൾക്കാർ പറയണേ. മാത്രല്ല ഈ കായ്പട്ടിന്ന് കായ എടുക്കുന്നും പറയുന്നുണ്ട് ആൾക്കാർ. അതാരപ്പ നിങ്ങളോട് അങ്ങനെ പറഞ്ഞേ? ഖദർ സുലൈമാൻ. ഖദർ സുലൈമാനാ? ആ റാംബർന്ന് 6 മാസം മുന്നേ 6000 മേടിച്ചു. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഓൻ ആൻസിയുടെ പോലീസ് പിടിച്ചപ്പോഴേ ഫൈനടക്കം കായ് ചെന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചപ്പോഴേ കൊടുത്താണ് ഞാൻ. അത് ശരിയട്ടാ. അങ്ങനെ കുറെ നായന്റെ മക്കളുണ്ട്. കണ്ണീരും കൈയും പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. ആ കാശ് തിരിച്ചു കഴിച്ചാലോ നാട്ടുകാരോട് മൊത്തം കുറ്റം പറഞ്ഞു നടക്കും. ഓൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാണ്ടാ? ആ തരാണ്ടാന്നാ. ഓനെ ചായ കുടിച്ച് വെച്ച പറ്റു ബുക്കായത്. വേറൊരു ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, പാർസൽ മേടിച്ചെന്റെ. അത് ശരി, 2 ബുക്ക് ഉണ്ടല്ലേ? എന്നാ ഇവിടെ ചാടിക്കാൻ പറഞ്ഞവരൊക്കെ ഖദർ സുലൈമാൻ മുടക്കിക്കോളും. പൈസ എങ്ങോട്ട് പോണ്? ചാവടിക്കാനാ? എവിടുന്ന് ഓടിക്കണ്? അനീഫക്കാട് കടയെന്ന്. പൊന്നി ചെങ്ങായത് ആന്ധ്രന്ന് വരുന്ന പാലാണ്. കട്ടൻ ചായ. എടോ, അത് കളർ ചായപ്പൊടിയാണ്. വെറുതെ കിഡ്നിയിൽ കളർ കയറ്റണ പടച്ചോലന്റെ കിഡ്നി. എന്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു 20 ലക്ഷം വേണം, പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചു തന്നോളാം.